எல்லாருக்குமே நம்மள பிடிச்சி போச்சுன்னு வைங்களேன். நம்ம லைஃப் போர் அடிச்சிடாது, ஜாலியா இருக்கும், இன்ட்ரெஸ்டிங்கா இருக்கும், சுவாரஸ்யமா இருக்கும். ഹായ് കൂട്ടുകാരെ, തമിഴകത്തിന്റെ പ്രിയങ്കരനായ ദളപതി വിജയ് എന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖരനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബാല്യത്തിൽ തന്നെ സിനിമയിലെത്തിയ വിജയ്, എന്നാൽ ചെറിയ പ്രായത്തിൽ വളരെയധികം ചുറുചുറുക്കോടെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നടന്നിരുന്ന ആ ബാല്യകാലം തന്റെ അനിയത്തിയുടെ മരണത്തോടുകൂടി ഇല്ലാതാവുകയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച വിജയ് അതുവരെ വളരെ ഉത്സാഹവും ചുറുചുറുക്കോടെ കുട്ടിയായിരുന്നു. എന്നാൽ സ്വന്തം സഹോദരിയായിട്ടുള്ള ദിവ്യയുടെ മരണത്തോടുകൂടി അദ്ദേഹം ഉടങ്ങി പോവുകയാണ്. കോളേജ് പഠനകാലത്ത് സിനിമയിലേക്ക് അഭിനയിക്കണമെന്നുള്ള മോഹം ഉണ്ടാവുന്നു. സിനിമയിൽ അഭിനയിക്കുന്നു. എന്നാൽ ആ സിനിമ വൻ പരാജയമാകുന്നു. ആ പരാജയത്തിനെ കുറിച്ച് അന്നൊരു മാസിക എഴുതിയത് ഇങ്ങനെയാണ്: ഈ മുഖം കാണാൻ വേണ്ടി ആരും തിയേറ്ററിലേക്ക് പൈസ കൊടുത്ത് പോകരുത്. എന്നാൽ എല്ലാത്തിനും ആ ടീനേജുകാരൻ പയ്യന് മൗനം മാത്രമായിരുന്നു മറുപടി. എന്നാൽ 1994 അദ്ദേഹത്തിന്റെ പുതിയ സിനിമ പൂവെ മുനക്കാതെ വൻ വിജയത്തോടുകൂടി പ്രദർശനം തുടങ്ങി. അതൊരു മേജർ ഹിറ്റായി. അന്ന് അവിടെ ഒരു താരോദയം സംഭവിക്കുകയായിരുന്നു. കാതൽക്ക് മര്യാദയിൽ തുള്ളാതമനം തുള്ളും, അതിലൂടെയെല്ലാം പുതിയൊരു താരോദയവും താരപദവിയും കൂടി സ്വന്തമാക്കുകയായിരുന്നു. ജനങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി അദ്ദേഹത്തെ വിളിച്ചു ഇളയ ദളപതി, അല്ലെങ്കിൽ ദളപതി. ஏனோ மனது உன்னை கண்ட பொழுது காற்றில் ஒரு மேகமெனாச்சு. വിജയങ്ങളും പരാജയങ്ങളും മാറി മാറി വരുമ്പോഴും 2004 ഇറങ്ങിയ ഗില്ലി ബോക്സ് ഓഫീസ് കളക്ഷനിൽ 50 കോടി നേടുകയും ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടുകയും ചെയ്തു. 2007 പോക്കിരി എന്ന സിനിമ ഇറങ്ങുന്നു. எத்தனை ரஜினி படம் பார்த்திருக்கோம். அவனுக்கு கொஞ்சம் ஓவர் தான். അതൊരു വൻ വിജയമാവുകയും അത് ഏകദേശം ഒരു വർഷത്തോളം തന്നെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നാണ് അത്. 2024 ഫെബ്രുവരി മാസത്തിൽ തമിഴ് വെற்றிക്കഴകം എന്ന വിജയുടെ പുതിയ പാർട്ടി രൂപീകരിച്ചു. അന്ന് ഒരു പ്രഖ്യാപനം കൂടി നടന്നു. അത് ആരാധകർക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതായിരുന്നു. കാരണം സിനിമയിൽ നിന്ന് വിരമിക്കുന്നു എന്നായിരുന്നു ആ പ്രഖ്യാപനം. 2 വർഷത്തെ മാസ്റ്റർ പ്ലാൻ കൊണ്ട് തന്റെ പാർട്ടി വളർത്തിയെടുക്കുകയും അതിലൂടെ തന്നെ സ്വന്തമായി വിജയം കൈവരിക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ വിജയ്. തമിഴ്നാട്ടില് മുഖ്യമന്ത്രി ഇലക്ഷന് വേണ്ടി അദ്ദേഹം പങ്കെടുക്കുകയും അതുപോലെ തന്നെ നിശ്ചയിച്ച എല്ലാ കാൻഡിഡേറ്റിനെയും ജയിപ്പിച്ചെടുക്കുകയും അതുകൂടാതെ തന്നെ ഏകദേശം മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഒരു കാര്യം മാത്രം നമുക്ക് ഉറപ്പിച്ചു പറയാം: വിജയ് ആവുക എന്നാൽ അത് എളുപ്പമല്ല. Don't lose your identity at any cost. Say no to temporary pleasures. Success is never ending. Failure is never final.